സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നുള്ള ഭീഷണിയെ തുടർന്ന് ഗൃഹനാഥൻ ജീവനൊടുക്കിയെന്ന് പരാതി. വള്ളികുന്നം സ്വദേശി ശശിയാണ് മരിച്ചത്. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നെടുത്ത ലോണിന്റെ തിരിച്ചടവ് വൈകിയതിനെ തുടർന്ന് ഭീഷണി നേരിട്ടിരുന്നു എന്ന് കുടുംബം ആരോപിക്കുന്നു. മരുമകളുടെയും സഹോദരിയുടെയും പേരിലാണ് ഒരേ ധനകാര്യ സ്ഥാപനത്തിന്റെ 2 ബ്രാഞ്ചുകളിൽ നിന്ന് ശശി ലോൺ എടുത്തത്. 1.25 ലക്ഷം രൂപ. 672 രൂപയായിരുന്നു ആഴ്ചതോറുമുള്ള തിരിച്ചടവ്. 28 തിരിച്ചടവുകൾ കൃത്യമായി നൽകി. ഇതിന്റെ രേഖകളുമുണ്ട്. ാമത്തെ അടവ് 2 ദിവസം വൈകിയതിനാണ് 2 ബ്രാഞ്ചുകളിലെ ജീവനക്കാർ ശശിയുടെ വീട്ടിലെത്തിയതും ഭീഷണിപ്പെടുത്തിയതും. ശശിയെ വീടിന് പുറത്തിറങ്ങാൻ പോലും അനുവദിച്ചില്ല. സൈക്കിൾ തടഞ്ഞു വെച്ചു. പറയുന്നത് മരുമകൾ ആര്യയാണ്. അച്ഛൻ മരിക്കുന്നതിന്റെ തലേ ദിവസം പുറത്തിയാട് ഫിനാൻസിൽ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ അച്ഛനോട് വളരെ മോശമായിട്ട് സംസാരിച്ചത്. ഇവർ വന്നു പോയതിനു ശേഷം അച്ഛൻ അന്ന് വീട്ടിൽ വന്നിട്ടില്ല. പിറ്റേന്ന് രാവിലെ വരുന്നത്. രാവിലെ വന്നപ്പോഴാ പുറത്തിയാട് ഇന്ന് ആൾക്കാർ ഇവിടെ 4 പേര് വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനെ പുറത്തോട്ട് വിടുന്നില്ല. അച്ഛന്റെ സൈക്കിളൊക്കെ പിടിച്ചു വെച്ചിരുന്ന് അത് അവർ പോയതിനു ശേഷം വേറെ താമരക്കുളത്തിൽ നിന്ന് ഫിനാൻസുകാർ വരുന്നു. അവരും ഇതേപോലെ തന്നെ അച്ഛനോട് മോശമായിട്ട് സംസാരിക്കുകയും ബഹളമൊക്കെ ഉണ്ടാക്കിയായിരുന്നു. രാവിലെ എത്തിയ ജീവനക്കാർ വൈകുന്നേരത്തോടെയാണ് മടങ്ങിയത്. അപമാനഭാരവും മാനസിക സമ്മർദ്ദവും ശശിയെ അലട്ടിയിട്ടുണ്ടാവാം. അതൊക്കെയാവാം ഒരു മുഴം കയറിൽ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് കുടുംബം വിശ്വസിക്കുന്നത്. പണം തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തതെന്നും യാതൊരു വിധത്തിലുള്ള ഭീഷണി മുഴക്കിയിട്ടില്ലെന്നും ധനകാര്യ സ്ഥാപനത്തിന്റെ കുറുത്തിക്കാട് ബ്രാഞ്ച് മാനേജർ പറയുന്നു. എന്നാൽ വിഷയത്തിൽ പ്രതികരിക്കാൻ താമരക്കുളം ബ്രാഞ്ചിന്റെ അധികൃതർ തയ്യാറായിട്ടില്ല. ആത്മഹത്യയ്ക്ക് പിന്നാലെ സ്ഥാപനം അടച്ചിടുകയും ചെയ്തു. ഇതൊക്കെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ്. കുടുംബത്തിന്റെ പരാതിയിൽ വള്ളികുന്നം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത അന്വേഷണവും തുടങ്ങി. ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി, 24.